ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ മുടിയൊക്കെ ചെറുതായിട്ട് കൊഴിയുന്നുണ്ട്, അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഹെയർ കെയർ ചെയ്തേക്കാന്ന്. ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒട്ടും കെയർ ചെയ്യുന്നില്ല കേട്ടോ എൻ്റെ മുടീനെ. അപ്പോൾ ഇന്ന് മുതൽ അത് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഞാനൊരു കറ്റാർ വാഴ എടുത്തിട്ട് അതിൻ്റെ ഒരു യെല്ലോ കളർ കറയുണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറയൊക്കെ പോയതിന് ശേഷം ഞാനൊരു ചീർപ്പ് എടുത്തിട്ട് അതിൻ്റെ ജെല്ലൊക്കെ ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തുണിയിൽ പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അതിൽ ചെറിയ കരടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നല്ല ജെല്ല് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ 2 ഗ്ലാസ് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് അത് ഒരു ഗ്ലാസ് ആകുന്ന വിധത്തിൽ കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പം നല്ല കറുപ്പ് കളറിൽ കട്ടൻ ചായ കിട്ടിയിട്ടുണ്ടാവും. അത് ഈ ജെല്ലിൽ ഇട്ടിട്ട് അതാട്ടോ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടോ. ഞാൻ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തല കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മേല് കഴുകുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും തലയിൽ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, അപ്പം മേലൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാനിരുന്നത്. അപ്പോൾ അത് ചെയ്ത് ഇതുപോലെ മുടി വച്ച് അതിൻ്റെ മുടിയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായി, ഇത് ഒലിച്ചതാണ് എൻ്റെ മേലൊക്കെ പിന്നെയായിട്ടാണ്. അപ്പോൾ രണ്ടാമതും കുളിക്കേണ്ടി വന്നു. ഇനി ഇതൊക്കെ ചെയ്ത് എൻ്റെ മുടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി, മുടി കൊഴിയുന്നില്ല, മുടി വളരുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എത്ര കാലം ഞാനിത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാലും കൃത്യമായി ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും കണ്ണൻ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെയും കൂടെ കുളിപ്പിച്ചിട്ട് ചായയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണനെ കുളിപ്പിച്ച് ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടാണ്. ഇപ്പം ഞാൻ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ചായയൊക്കെ കൊടുക്കുക. എനിക്കതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൊന്നും ഇല്ലാത്തതുകൊണ്ട്, അവൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് കണ്ണൻ ആരും കളിക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര ബോറടിയാണ് അവൾക്ക്. പിന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളുടെ കൂടെ കളിച്ചു. പിന്നെ അങ്ങനെ ഉച്ചയായപ്പം ഇന്ന് പൊന്നുവിൻ്റെ സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ് PT ആട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് സജീവേട്ടന് കുറച്ച് തിരക്കുള്ള ദിവസമായതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ശിവൂര് സ്കൂളിൽ ആയതിന് ശേഷം ഞാൻ ഇതുവരെ മീറ്റിങ്ങിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. സജീവേട്ടൻ തന്നെയാണ് പോകാറ്. പൊന്നു 4ാം ക്ലാസ് പഠിക്കുന്ന സമയം വരെ ഞാൻ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 2 വർഷമായിട്ട് ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ണനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൾ അവിടെ അടങ്ങിയിരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പോകാൻ ചെറിയൊരു പേടിയും മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ പോയി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ണൻ അടങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു മീറ്റിംഗ് കഴിയുന്നവരെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓട്ടോന് ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് എനിക്ക് ചെറിയൊരു പണി കൂടിയുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലും അതുപോലെ 2 മാഗി ക്യൂബും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം കുറച്ച് മല്ലിയില, ക്യാപ്സിക്കം, ഉള്ളി, പിന്നെ കുറച്ച് മന്തി മസാല, ഇത്തിരി മുളക് പൊടിയും, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷം പിന്നെ ഈ കഴുകി വെച്ച ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം അങ്ങനെ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ മണിക്കൂർ മുന്നേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അത് കുറച്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ തന്നെ അങ്ങനെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഈ ഓയിലിൽ കുറച്ച് നേരം അതിങ്ങനെ വെന്ത് കിട്ടണം. അങ്ങനെ കുറച്ച് വെന്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ആ ഒരു ഗ്രേവിയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ വേറെ തന്നെ കുറച്ച് ഓയിലിൽ പൊരിച്ചെടുത്തിട്ട് നല്ലോണം മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് പിന്നീടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടാണ്. അപ്പം ഞാനിത് ചിക്കൻ അടുപ്പത്ത് വെച്ച് വേവിക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഇത്തിരി നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നെയ്യും കൂടെ ആകുമ്പം കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കൂടും. അതിന് ശേഷം ബസുമതി റൈസ് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു
വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 20 മിനിറ്റിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അങ്ങനെ അത് ഞാൻ 20 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്തും ഇതുപോലെ കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പും ഇത്തിരി നെയ്യൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3/4 വേവ് ആവുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കണം, കാരണം ഇത് ദമ്മിടാനുള്ളതാണ്. അങ്ങനെ വെന്ത് മാറ്റിയതിന് ശേഷം പിന്നെ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ മാറ്റി വെച്ച കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ അതങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് കനലെടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ചെറിയൊരു പുക അതിൽ നിന്ന് വരുമല്ലോ. അപ്പോൾ ആ ഒരു പുക മണം കൂടി ആകുമ്പോൾ മന്തി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ രാത്രി മന്തി ആട്ടോ കഴിച്ചത്. പിന്നെ പൊന്നൂനും സജീവേട്ടനും ഒക്കെ നല്ല ഇഷ്ടമായി. സാധാരണ സജീവേട്ടൻ പുറത്തുനിന്ന് വാങ്ങിച്ച മന്തിയൊന്നും അങ്ങനെ കഴിക്കാൻ അധികം ഇഷ്ടം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല ഇഷ്ടമായി, ഒരുപാട് കഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.